ഇത് മധ്യപ്രദേശിലെ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലാണ്. ഇവിടെ പശുത്തൊഴുത്തായി മാറിയിരിക്കുന്നു. പശുക്കൾക്ക് മുൻഗണന, മനുഷ്യർക്ക് മുൻഗണനയില്ല. നീ അസുഖം വന്നു കഴിഞ്ഞാൽ നീ ചാവുക, അത്രയുള്ളൂ. 2014 ശേഷം ഏറ്റവും അധികം വികസനം വന്ന ഉത്തരേന്ത്യൻ രാജ്യങ്ങൾ കാണുക. അടിപൊളിയായിട്ട് കോൺഗ്രസ് സർക്കാർ ഹോസ്പിറ്റലുകൾ കെട്ടിയിട്ടുണ്ട്. അതിലിപ്പോൾ ഡോക്ടർമാരില്ല. കാരണം ഡോക്ടർമാരെല്ലാം പ്രൈവറ്റ് ക്ലിനിക്കിൽ ബിസിയാണ്. കാരണം അവർക്ക് അവിടെ ചിക്കിളി നല്ലോണം കിട്ടും. ഇവിടെയോ? ഇവിടെ എന്ത് കിട്ടാനാ? മാസശമ്പളം. അത് ഇവർ പോയില്ലെങ്കിലും പോയാലും ഇവരുടെ അക്കൗണ്ടിലേക്ക് ആ കാശ് അവിടെ വീഴും. കാരണം ഇവർ വിളിച്ചു പറയും ജയ് ജയ് BJP. BJP അനുഭാവികൾക്ക് ഇതുപോലെ കൺസിഡറേഷൻ കിട്ടുന്ന ഉത്തരേന്ത്യയെ നമ്മൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാം. പാവപ്പെട്ട ജനങ്ങൾക്ക് ചികിത്സയില്ലാതെ അസുഖത്തിനോട് പോരാടിക്കൊണ്ടവർ മരണം ഭരിക്കുമ്പോൾ ഓരോ ഡോക്ടേഴ്സും ഇതൊന്നും അറിയാതെ സ്വന്തം വയറ് നിറക്കുന്നതിന് വേണ്ടി, സ്വന്തം പാർപ്പിട സമുച്ചയങ്ങൾ കെട്ടിപ്പൊക്കാൻ വേണ്ടി സ്വകാര്യ ക്ലിനിക്കുകൾ ഇട്ടുകൊണ്ട് കൈ നിറയെ സമ്പാദിക്കുന്നു. ഇതൊന്നും ചോദിക്കാനും പറയാനും ആരുമില്ല. ഉത്തരേന്ത്യൻ നാടുകൾ ഇപ്പോൾ ഇങ്ങനെയാണ്. ബായ്. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്കാകാശമുണ്ട്, പശുക്കൾക്ക് കിടക്കുവാൻ AC-യുള്ള മാർബിൾ തറയുള്ള ഹോസ്പിറ്റലുകളുണ്ട്. മനുഷ്യപുത്രന് തല ചായ്ക്കാൻ മണ്ണിനടിയിൽ 6 അടിയുണ്ട്. അതെ, ഒരു വിഭാഗം മനുഷ്യപുത്രന്മാർ ഇന്ന് നിസ്സഹായരാണ്. ക്രൂരമായ ഭരണകൂടങ്ങൾ വൻ പാർപ്പിട സമുച്ചയത്തിൽ കിടന്നുറങ്ങിക്കൊണ്ട് ഈ പാവങ്ങളുടെ വീടുകൾ പൊളിച്ചു മാറ്റിക്കൊണ്ട് ഇവരോട് 6 അടി മണ്ണിൽ പോയി കിടക്കാൻ പറയുന്നു. நல்லா யோசிக்கணும்ல. அப்ப இல்லாத மக்களுக்கு ஓட்டு வேணும். அப்ப இல்லாத மக்கள் வந்து வாழக்கூடாதா? எங்களுக்கு வாழறதுக்கு எந்த ஒரு இதுங்க இந்தியா இல்லையா? எங்களுக்கு இங்க இருக்கணும்னு ஒரு உரிமை இல்லையா? இருக்குல்ல. எங்களுக்கு நாங்களும் ஒரு மனுஷன் தானே. நாங்க ஜானுவர்லாம் கிடையாது. எங்களுக்கும் இங்க வாழணும். நாங்க வந்ததே அதுக்காக. நாங்க பசங்க பீச்சு காட்டுறாங்க. मैं भी मीडिया में हूँ. जब मैं किसी का घर टूटने जाता था, जब मैं टूट करता था, मेरे भी आंसू निकल जाते. आज मेरा खुद का घर टूट रहा है, बर्दाश्त नहीं होगा. इतना